കാണാൻ പ്രൗഢഗംഭീരമായ ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെ, അങ്ങനെയൊക്കെ നമ്മളുടെ വീട് കാണുമ്പോൾ എപ്പോഴും മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ആഹാ സൂപ്പർ അല്ലെ, അടിപൊളി അല്ലെ, കാഴ്ചയ്ക്ക് ഗംഭീരം എന്ന് പറയണം എന്ന് താല്പര്യമുണ്ടോ, അല്ലെ ആ ഒരു രീതിയിൽ ഒരു വീടിനെ കൊണ്ടുപോകാൻ അല്ലെ എന്താ പറയുക ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വീടായിരിക്കും ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എക്സാക്റ്റ് പറഞ്ഞ വരാപ്പുഴ തിരുമുപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുമുപ്പം ഹൈവേയിലേക്ക് വെറും ഒരു 200-250 മീറ്റർ മാത്രം ദൂരം ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു 8-9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എടപ്പള്ളി ജംഗ്ഷനിലേക്കും ലുലു മാളിലേക്കും മറ്റുമായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പുറകിലായി കാണുന്ന ഈ ഒരു വീടാണ് ഈ വീഡിയോയിൽ വിഷയമായി വരുന്നത്. ഈ ഒരു നമുക്ക് ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഗേറ്റിൽ നിന്ന് കണ്ടിട്ട് ഉള്ളിലേക്ക് കയറാം. ഗേറ്റ് GI സ്ക്വയർ ട്യൂബും അതേപോലെ GI ഷീറ്റിൽ ലേസർ കട്ടിങ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയ ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളർ ഗേറ്റ് ആണ്, പെയിന്റ് തീമാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ്. ഉള്ളിലേക്ക് വരുമ്പോൾ നോക്കി ഒരു എന്താ പറയുക, രണ്ട് സൈഡിൽ നിന്നും ഫേസ് ചെയ്ത് നിങ്ങളെ നോക്കുന്ന ഒരു വീട് പോലെ, അതായത് സെൻറ്ററിലേക്ക് ഒരു ഇത് മാറിയിട്ട് ഒരു ആർച്ച് പോലെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക 3.25 സെന്റിലാണ് ഈ വീട് ഫുള്ളായിട്ട് നിൽക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിനുള്ളത്. അപ്പോൾ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക ഇന്റർലോക്ക് കട്ടകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മുറ്റമാണ്. കവേർഡ് കാർ പാർക്കിംഗ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് കൊടുക്കാമായിരുന്നു. നമുക്ക് ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഇല്ല. എന്താ പറയുക ഇത്രയും വലിയ വീട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഒക്കെ വേണമല്ലോ. ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യും, അത്ര വലുതല്ലാത്ത ഒരു കാർ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ബട്ട് ഫ്രണ്ട് ഡോറ് എന്താ പറയുക ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ ഇവിടം വരെ തുറക്കാവുന്ന രീതിയിൽ അങ്ങോട്ട് പാർക്ക് ചെയ്തില്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം, പക്ഷേ വണ്ടിയിൽ നിന്ന് ആൾക്ക് ഉള്ളിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഒരു നെക്സോണോ അങ്ങനെയുള്ള ചെറിയ കോമ്പാക്റ്റ് SUVകളോ അല്ലെ ഫോർഡ് എക്കോസ്പോർട്ടോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. ഇട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടി പാർക്ക് ചെയ്താൽ വീണ്ടും അവിടെ ഒരു കാറൂടെ ഒക്കെ ഇടാം. പക്ഷേ അത് കുറച്ചുകൂടെ എന്താ പറയുക അത്രയ്ക്കും കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് തോന്നുന്നില്ല. ഈ വീടിൻ്റെ ഒരു ഭംഗിയെ ഹനിക്കപ്പെടുന്ന ഒരു ഘടകമായിരിക്കും അത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഈ വീട് നോർമൽ വീടുകൾക്കൊക്കെ നമ്മൾ സിറ്റ് ഔട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒരു കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് പകരം ഇത് കയറാനുള്ളൊരു വഴി എന്ന് മാത്രമേ എനിക്കിതിനെ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ചെറിയൊരു ആർച്ച് ഷേപ്പിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ടൈലുകളിട്ടാണ് അതിനെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നോക്കും തേക്കിൽ നിന്ന് തീർത്തിരിക്കുന്ന ഒരു ഫുൾ തേക്കിലാണ് ഈ ഒരു മെയിൻ ഡോർ തീർത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പർഗോള സിസ്റ്റംസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ലൈറ്റുകൾ LED സ്പോട്ട് ലൈറ്റുകളും അതിൻ്റെ മുകളിൽ ഗ്ലാസും ഇട്ട് വെച്ചിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ ഭയങ്കര ഒരു പ്രൗഢഗംഭീരം എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും ഈ ഒരു വീടിനെ. പക്ഷേ എനിക്ക് ആ മുറ്റം കുറച്ചുകൂടെയൊക്കെ നന്നാക്കാമായിരുന്നു, അല്ലെ കുറച്ചുകൂടെയൊക്കെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി ഈ വീട്ടിലേക്കുള്ള ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ ബോർവെല്ലുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ 2018 ഫ്ലഡ് അഫക്റ്റഡ് അല്ലാത്ത ഒരു ഏരിയയാണ് ഈ ഒരു സ്ഥലം എന്നൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. നല്ല വീതിയേറിയ കട്ടളകളാണ് മെയിൻ കവാടത്തിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ പറയുക നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഈ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. അതൊരു എന്താ പറയുക നല്ല രീതിയിൽ മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അത് രണ്ട് സൈഡിലായിട്ട് 2 ജനാല വരുന്നു. ജനാലകളുടെ ഈ പിടികളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകൾ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സൈഡിൽ 4 പാളികളുടെ ഒരു ജനാല വരുന്നു. അതും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകളാണ്. അതിനും പിടികളായിട്ട് വരുന്നത്. ഒത്തു നടുക്കാണ് തന്നെ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നു. ഒരു ഫാൻസി ഫാനും ഒരു മിനിമലായിട്ടുള്ള ഒരു സീലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. അത് നല്ല ഭംഗിയുണ്ട്. ഇനി അതെന്തായാലും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ടൈലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചന്ദന കളറുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും എന്താ പറയുക നല്ല വെർട്ടിഫൈഡ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാനുള്ള ഏരിയ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നു. ആ ഓപ്പണിംഗ് ഇത് ഫുള്ള് മൾട്ടിവുഡ് കൊണ്ട് അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി അവിടുന്ന് നേരെ നമ്മൾ എന്താ പറയുക ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഇവിടെ എന്താ പറയുക ലിവിങ് റൂമും ഗസ്റ്റ് ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും
നല്ല സ്ഥല സൗകര്യം തന്നെയുണ്ട്. ഒരു കാരണവശാലും അതിലൊരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. ഗസ്റ്റ് ലിവിങ്ങിനും ഡൈനിങ് ഏരിയയ്ക്കും ഒരുപാട് സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ്, അതായത് ഡൈനിങ് ഏരിയയിലും സീലിംഗ് വർക്കുകൾ നന്നായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അത് അതേ ഒരു സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട് നോർമൽ വിൻഡോ 4 പാളികളുടെ നൽകിയിരിക്കുന്നു. അതും നല്ല രീതിയിൽ പ്രകാശത്തെയും ഒപ്പം തന്നെ വായുവിനെയും ഉള്ളിലേക്ക് കടത്താൻ തീർച്ചയായിട്ടും സഹായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതാ ഇവിടെയായിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ ഒരുക്കി. നോർമൽ വാഷ് ഏരിയ ഇവിടെയൊക്കെ മൾട്ടിവുഡ് കൊണ്ട് തീർത്ത സ്റ്റോറേജ് സ്പേസുകളും മറ്റുമൊക്കെ ഒരുക്കി വെക്കാറുണ്ടല്ലേ. ഇവിടെ ടോപ്പുകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് തന്നെ വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഈ ഒരു ബാക്ക് പോർഷനായിട്ട് ഒരു ബ്ലാക്ക് കളറിൽ ഒരു ടൈൽസ് വെച്ചിട്ട് ഒരു വാൾ ടൈൽ വെച്ച് അതും ഒരു ഡിസൈനൊക്കെ നൽകി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിലെ ഡോർ നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്ലാസും ഇതിനൊക്കെ വുഡും കൂടെ ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അടുക്കളയിൽ കയറുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടി ഇതൊരു കളർ തീമാണ്. ഈ താഴത്തെ ടൈലിൻ്റെ കളറുകളും വ്യത്യാസം വരുന്നുണ്ട്. ഒരു തടിയുടെ ഒരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത്. ഒരു എൽ ഷേപ്പിലെ ഒരു അടുക്കളയാണ് ഇവിടെ വരുന്നത്. കുറച്ചും കൂടെ സ്ഥല സൗകര്യമാകാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി അഭിപ്രായമുണ്ട്. കുറച്ചുകൂടെ സ്ഥലം അടുക്കളയ്ക്ക് നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായതിനെ, ഇതിലും കൂടെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇവിടെ എല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. ആവശ്യത്തിലധികം സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇതിൻ്റെ മുകളിലെല്ലാം ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ധാരാളം സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടും ധാരാളം സ്പേസിനെ കൊടുത്തിട്ടുണ്ട്. അതായത് മാക്സിമം എവിടെയൊക്കെ കബോർഡ്സ് കൊടുക്കാമോ അവിടെ എല്ലാം കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചു. ഒന്നും വിടാൻ നമ്മളുടെ ബിൽഡർ തയ്യാറായിരുന്നില്ല എന്ന് വേണം എടുത്തു പറയാൻ. ഈ ഒരു ബെഞ്ച് ടോപ്പ് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ ഈ ഒരു ടൈലുകളുടെ ചൂസിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു കബോർഡിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ടൈലുകൾ തന്നെ ഈ ഒരു വാൾ ടൈലിനും ഇവിടെയും യൂസ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ചൂസിങ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരുപാട് മികവ് പുലർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. പിന്നെ ഇവിടെ എല്ലാം വിൻഡോകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ അതും നല്ല രീതിയിൽ നമുക്ക് വായുവും പ്രകാശവും ഒക്കെ ഉള്ളിലേക്ക് കടത്താൻ നമ്മളെ സഹായിക്കുന്നു. ഇനി ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് നമുക്കൊരു വർക്ക് ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് പൈപ്പിൻ്റെയൊക്കെ ഔട്ട്ലെറ്റൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ സ്വിച്ച് പോയിൻറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് മറിച്ച് നമ്മൾ ഇതിനൊരു വർക്ക് ഏരിയ ആയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കും. അപ്പോൾ അടുക്കള നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്കാണ്. ഈ വീട്ടിൽ താഴത്തെ മുകളിൽ 3 ബെഡ്റൂമാണ്. മൊത്തം 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ താഴത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ 2 ഭിത്തികളിലും ജനാല, ഒരിടത്ത് 3 പാളികളുടെയും ഒരിടത്ത് 2 പാളികളുടെയും വലിയ 2 ജനാല കൊടുത്തിരിക്കുന്നു. ഇനി ബാത്റൂമിൻ്റെ ഡോറ് നല്ല മനോഹരമായ ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് അതൃപ്തിയുള്ളൊരു കാര്യം തോന്നിയത് ഈ ഒരു പിടി മാത്രമാണ്. ഇച്ചിരൂടെ നല്ലൊരു ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. ഇനി ഇതാണ് ബാത്റൂമിൻ്റെ ആകെയുള്ള സൈസ്. ഇവിടെ ഫിറ്റിങ്സ് ഒന്നും നടത്തിയിട്ടില്ല. അതെല്ലാം ഇനി ചെയ്യേണ്ടതുണ്ട്, കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു കളർ തീമെല്ലാം ഓൾമോസ്റ്റ് നല്ലത് തന്നെയാണ്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഷവർ കുറച്ചുകൂടെ പുറത്തോട്ട് വന്നിരുന്നെങ്കിൽ അതും കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്നെനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പിടിയൊക്കെ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. വാങ്ങിച്ചിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ സ്റ്റെയറാണ്. ഈ സ്റ്റെയർ കയറുന്നതിൻ്റെ ഈ ഒരു ഏരിയ ആയിട്ടാണ് സ്റ്റെയർ കയറി പോകുന്നത്. ഇതിനടിയിലായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള സ്ഥലവും മറ്റു കാര്യങ്ങളും നൽകിയിരിക്കുന്നു. ഇനി സ്റ്റെയർ കയറി പോകുന്നത് ഇതെല്ലാം ടൈലുകളാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ ഗ്രാനൈറ്റ് ആണ് കണ്ടെങ്കിൽ ഇവിടെ എല്ലാം ടൈലുകളാണ്. അതൊരു യെല്ലോ കളർ ടൈൽസാണ് കൊടുത്തേക്കുന്നത്. പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൈവരിയാണ് സ്റ്റെയർ കേസിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു റെഡിമെയ്ഡ് തൂണും കാണാം നമുക്ക്. നമ്മൾ കയറി പോകുന്ന ഈ ഒരു ഭിത്തി, ഇവിടെ ഒരു ഭിത്തി ഫുള്ളായിട്ട് നീല കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്നു. ഇതൊരു നീല കളർ ടെക്സ്ചർ വർക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്നെനിക്ക് അവിടെയും തോന്നി.
അപ്പോൾ ആ സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്നത് വിശാലമായ ഒരു ഫാമിലി ലിവിങ് അല്ലെങ്കിൽ എന്താ പറയുക ലോബി ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിയൊരു ഫാമിലി ലിവിങ് ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ഫാമിലി ലിവിങ് ഏരിയയ്ക്ക് സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ബിൽഡർ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയും ചെറിയ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്ക് നടത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. അത്ര വലുത് എന്ന് അവകാശപ്പെടാൻ ഒരിക്കലും പറ്റാത്ത ഒരു ബെഡ്റൂമാണിത്. ഇതിൻ്റെ ഒരു ഷേപ്പും എക്സാക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് അല്ല, കാരണം ആ ഒരു പോർഷനിൽ ചെറിയൊരു കർവും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം വലുപ്പം, ഒരുപാട് വലുപ്പമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ബെഡ്റൂമാണിത്. ഇനി ഇത് ഈ ഒരു പോർഷനായിട്ട് ചെറിയൊരു കോറിഡോർ പോലൊരു സംഗതി വരുന്നുണ്ട്. ഇവിടുന്നായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിലേക്ക് പോകേണ്ടത്. അത്യാവശ്യ സ്ഥല സൗകര്യം മാത്രം തരുന്ന ഒരു ബാത്റൂമാണ് ഇവിടെയും വരുന്നത്. എന്താ പറയുക, ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഫിറ്റിങ്സ് ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ഥലം എക്സാക്റ്റ് നിങ്ങളെ കാണിച്ചു തരാനോ അല്ലെ പറഞ്ഞു തരാനോ എനിക്ക് സാധിക്കുന്നില്ല. താഴത്ത് കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെയായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം ഉള്ളത്. താഴത്തെ ബെഡ്റൂം കണ്ട അതേ സ്ഥാനത്ത് തന്നെ അതിന് നേരെ മുകളിലായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനെയും കൊടുത്തിരിക്കുന്നത്. അതേ വലിപ്പം തന്നെ ഈ ഒരു ബെഡ്റൂമും പ്രദാനം ചെയ്യുന്നുണ്ട്. ഇനി ഇതേ ബാത്റൂം സെയിം, താഴത്തെ അതേ സെയിം തന്നെയാണ് ഇവിടെയും ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഫിറ്റിങ്സ് ഒക്കെ വന്നെങ്കിൽ എക്സാക്റ്റ് ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഞാൻ എന്നെപ്പോലെ ഒരാൾക്കൊക്കെ നന്നായിട്ട് നിന്ന് എന്താ പെരുമാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ വീട്ടിലത് അവസാനത്തെ ബെഡ്റൂമാണ്, 4ാമത്തെ ബെഡ്റൂമാണ്. ഇതൊരു കിഡ്സ് ബെഡ്റൂമായിട്ടൊക്കെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇതിനൊരു അല്ലാതെ ഒരു അഡൽട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബെഡ്റൂമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു അഡൽട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കട്ടിൽ തന്നെ ഇതിനകത്ത് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു ബെഡ്റൂമാണ്. വളരെ ചെറിയൊരു ബെഡ്റൂം. ഇങ്ങനൊരു ബെഡ്റൂം ഉണ്ടാകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഡോറും അതും എന്നെ നിരാശപ്പെടുത്തി. കാരണം ബാത്റൂമിൻ്റെ ഡോർ പുറത്തേക്കാണ് തുറക്കുന്നത്. അതുമല്ല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെ ഒരു ക്ലോസറ്റും അല്ലെങ്കിൽ ഒരു ക്ലോസറ്റ് ഏരിയയും ഒരു ബാത്ത് ഏരിയയും ഒരുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനുള്ള പോയിന്റുകളും മറ്റുമൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോറി, ഇവിടെ ക്ലോസറ്റ് ഏരിയ മാത്രമേ ഉള്ളൂ, ബാത്ത് ഏരിയ ഇട്ടിട്ടില്ല. ക്ലോസറ്റ് ഏരിയയുടെ പോയിന്റ് മാത്രമേ കൊടുത്തുള്ളൂ, ബാത്ത് ഏരിയയ്ക്ക് പോയിന്റ് ഇട്ടിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയറാണ്. പക്ഷേ ഈ ഒരു ഡോറ് പുറത്തേക്ക് തുറക്കുന്ന സിസ്റ്റം എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നുള്ള ഞാൻ പറയാം. അപ്പോൾ അത് ഇത്രയുമാണ്. പിന്നുള്ളത് ഈ വീട്ടിൽ വേറെ എടുത്തു പറയാനായിട്ടത് ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള വഴിയാണ്. കാരണം അത് ഓപ്പൺ ചെയ്താൽ വേറെ ഒന്നും കാണിക്കാനില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടുത്തെ ഒരു ചെറിയൊരു ബാൽക്കണി സെറ്റപ്പാണ്. ബാൽക്കണി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതും ഒരുപാട് വലിപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഈ ഒരു ഏരിയയിൽ നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ വീട് മുഴുവനായും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലെടുത്ത് നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അന്നേരം ഈ വീട് വാങ്ങിക്കാനുള്ള മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ലോൺ ഫെസിലിറ്റീസും മറ്റും അവൈലബിൾ ആണ്. ഒരു പ്രമുഖ എല്ലാ ബാങ്കുകളും ലോൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളും മറ്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഡെയിലി അടയ്ക്കാവുന്ന രീതിയിലുള്ള ലോൺ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മേടിക്കുക. ഇനി ഈ വീടിൻ്റെ പ്രൈസാണ്. ഈ വീടിന് അവർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. 65 lakhs ആണ്. 3.25 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ് വീട്, സ്ഥലമുള്ള വീട്. അപ്പോൾ ഇതിനൊക്കെ അവർ ചോദിക്കുന്ന 65 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇനി അതുപോലെ സ്റ്റാർട്ടിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു ഡിസ്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ പ്രൈസ് നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയുന്നു. അപ്പോൾ ഈ വീടിന് ഞാൻ കണ്ട പോസിറ്റീവ് കാര്യങ്ങളും ഞാൻ കണ്ട നെഗറ്റീവ് കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത്, എൻ്റെ പോസിറ്റീവുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും, എൻ്റെ നെഗറ്റീവുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മാറ്റി ചിന്തിച്ചോളുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പം തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോ. അപ്പോൾ പരിപാടി അങ്ങ് മാറ്റി വെച്ചോ. പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി രണ്ടിടത്തെയും വീഡിയോസ് ഒന്ന് ധൈര്യമായി നിങ്ങൾ ഷെയർ ചെയ്തോളാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും റിലേറ്റീവ്സിലും എല്ലാം എത്തിച്ചു കൊടുക്കുക. ഇനി കമൻസിൻ്റെ കാര്യം, നിങ്ങളുടെ വിലയേറിയ കമൻസ് അത് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കമൻസ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ആ കമൻറ്റ് ഞാനങ്ങ് എടുക്കുക എന്ന് പറയുക. അപ്പോൾ നിങ്ങളതൊക്കെ തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് വേണം ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ. ഇനി കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞങ്ങൾക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കമൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് നിങ്ങൾ വീഡിയോ എടുക്കണമെന്നാണ്. അവിടേക്കുള്ള വീടുകൾ ഇതേ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ടേക്കുന്ന വീടുകൾ ആർക്കെങ്കിലും ബിൽഡേഴ്സിന് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ തൊട്ട് താഴെ ഞങ്ങളുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ IDയിൽ നിങ്ങളുടെ പേരും നമ്പരും ലൊക്കേഷനും കൂടെ ഞങ്ങൾക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്തതായിരിക്കും. നമുക്ക് വന്ന് ആ വീഡിയോ എടുത്ത് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.